ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാരത്തിന്റെ വക്രഗതിയിൽ ഉണ്ടാവുന്ന ഫലം എന്തൊക്കെയാണ്, മീനം മുതൽ മീനം വരെയുള്ള. അപ്പൊ ആദ്യം തന്നെ ചോദ്യം, ഇത് ഏത് ഫലമാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? ലഗ്നഫലമാണോ രാശി ഫലമാണോ ചിന്തിക്കുക അല്ലെ? അപ്പം വീഡിയോ കാണുന്നവരോടാണ് പറയുന്നത്, നിങ്ങൾ രണ്ട് ഫലവും ശ്രദ്ധിക്കുക. ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയും, രാശിഫലം അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി വെച്ചുള്ള ഫലം ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിനെ റിലേറ്റ് ചെയ്തുമാണ്. സോ നിങ്ങൾക്ക് പിടിഷൻ കുറച്ചുകൂടി അക്യുറേറ്റ് ആവാൻ വേണ്ടി ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് രാശിഫലവും ലഗ്നഫലവും ശ്രദ്ധിക്കുക. അതായത് ഒരാൾ ജനിച്ച മേടലഗ്നത്തിലാണ്, ആ വ്യക്തിയുടെ ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലാണെങ്കിൽ നിങ്ങൾ മേടരാശിയുടെയും ഇടവരാശിയുടെയും ഫലം എന്ത് ചെയ്യുക, എടുത്തു കാണാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് സമ്മിശ്രമാക്കിയിട്ട് നിങ്ങളെ ലൈഫായിട്ട് അക്യുറേറ്റ് ചെയ്യുക കേട്ടോ. അത് മാത്രമല്ല, ഈ വ്യാഴം വക്രത്തിൽ വരുന്നത് ഇടവൻ രാശിയിലാണ്. ഇടവൻ രാശിയാകുമ്പോൾ വ്യാഴം എന്ന് പറയുന്നൊരു ശുഭഗ്രഹമാണല്ലോ, ശുക്രൻ എന്ന് പറയുന്നതും ശുഭഗ്രഹമാണ്. അപ്പൊ വ്യാഴം എന്ന ശുഭഗ്രഹം ശുക്രൻ എന്ന ശുഭഗ്രഹത്തിന്റെ ക്ഷേത്രത്തിലാണ് എന്ത് ചെയ്തേക്കണേ, വക്രമാകുന്നത്. സോ ഇതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 9/10/2024 മുതൽ 4/2/2025 വരെയാണ്. അതായത് ഒക്ടോബർ മാസം 9 മുതൽ 2024 മുതൽ 4 ഫെബ്രുവരി മാസം 2025 വരെയാണ് ഇതിന്റെ ഒരു വക്രഗതി എന്ന് പറയുക. ഓക്കെ, വ്യാഴം വക്രത്തിൽ വരിക. അതായത് 116 ദിവസം 118 ദിവസം എന്നൊക്കെ പറയാം. ഏകദേശം 4 മാസം, 3 മാസം 26 ദിവസമൊക്കെ, ഏകദേശം 4 മാസം നിങ്ങൾക്ക് കണക്കെടുക്കാം. അപ്പൊ ഇത് നോക്കുമ്പോൾ ഈ ഒരു 4 മാസം നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് എന്നാണ് നോക്കുന്നത്. അപ്പൊ വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫലം മാത്രം കാണാതെ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ദേവനന്ദു എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തുക. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും വിജ്ഞാനപരമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യാറുള്ളത്. അപ്പം വരുന്ന ദിവസങ്ങളിൽ വരുന്ന വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക കേട്ടോ. കുംഭരാശി, അവിട്ടമര ചതയും പൂരുട്ടാതി മുക്കാടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ 2-11 ഭാവത്തിനാണ് വ്യാഴം എന്ന് പറയുന്നത്. ജന്മത്തെ ശനി, രാഹുകേതുക്കൾ 2-8 എന്നൊക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പം എന്താണ്, 4 ഭാവത്തിലാണ് വ്യാഴം അല്ലെ, 4ലാണ് ഈ വ്യാഴം നിൽക്കുക. അപ്പൊ ഇവർക്ക് വക്രഗതി എന്ന് പറയുന്നത് വലിയ ഗുണഫലങ്ങളൊന്നും പ്രദാനം ചെയ്തതിനും ഒരു ആശ്വാസം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായിരുന്ന നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷനിൽ നിന്നൊരു ലൈഫ്, ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈ ഒരു ടൈം എന്ന് പറയുന്നത് കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പയ്യെ കുറയ്ക്കാൻ സാധിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ടും എന്താണ് പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മാനേജ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒന്ന് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഇതുപോലെ വിദ്യാർത്ഥികളുടെ കാര്യം പറയുമെങ്കിൽ നിങ്ങൾക്ക് നല്ല സമയം, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏറ്റവും പ്രശ്നം, നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് പറയുന്ന പോലെ തന്നെ 4 നീല എന്ന് പറയുന്ന സ്വഭാവമുണ്ട്. അതങ്ങ് എടുത്ത് മാറ്റുക. ഓക്കെ, ആ സ്വഭാവങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തമമായ സമയമാണ് വിദ്യാർത്ഥികൾക്ക്. മറ്റുള്ള ആളുകൾക്ക്, വിദ്യാർത്ഥി അല്ലാത്തവർക്ക് ആ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന ഒരു സ്വഭാവം നിങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റുക. നിങ്ങൾക്ക് ലൈഫ് കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ പറ്റും. ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് റിലാക്സേഷൻ, നിങ്ങൾക്ക് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, ചലഞ്ചസിൽ നിന്ന് ഒരു റിലാക്സേഷൻ കിട്ടും. ഓക്കെ, ഒരു റിലീഫ് കിട്ടും, ഒരു ആശ്വാസം കിട്ടും. ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഗുണഫലങ്ങളൊന്നും അല്ലെങ്കിൽ പോലും ഒരു ആശ്വാസം കിട്ടും കുംഭരാശിക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ വക്രഗതി കേട്ടോ. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വ്യാഴത്തിന്റെ വക്രം ഒത്തിരി ഫലങ്ങളെ പ്രദാനം ചെയ്യുകയല്ല, എന്തൊക്കെ റിലീഫാണ് അതൊക്കെയാണ് നമുക്ക് നോക്കണ്ട അല്ലെ. അല്ല എന്തൊക്കെ ദോഷങ്ങളാണ് കുറയുന്നത്, രോഗത്തിനൊക്കെ നമുക്ക് ശരിയാക്കാനൊക്കെ പറ്റുന്നുള്ള മരുന്നൊക്കെ സ്വീകരിക്കാൻ പറ്റുന്ന സമയമാണ്. മരുന്ന് കഴിച്ചാൽ അതിന് ഗുണം ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും. നല്ല മരുന്ന് കഴിച്ചാൽ വല്ല ഗുണം, എല്ലാ സമയത്തും എല്ലാ മരുന്നും ഗുണം ഉണ്ടായെന്ന് വരില്ല. ചിലപ്പോൾ മരുന്ന് കഴിക്കാമെന്നുള്ളൂ, അത് കുറവൊന്നും ഉണ്ടായെന്ന് വരില്ല. പക്ഷെ നല്ല സമയത്ത് ആ മരുന്ന് കഴിച്ചാൽ ഫലം ഉണ്ടാവുന്ന ടൈമിലോ മരുന്ന് കഴിക്കുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. ഒന്ന് കഴിക്കാനടുത്ത് 10 തവണ കഴിക്കേണ്ടി വരും. ഇപ്പൊ ഒരു തവണ തന്നെ കഴിച്ചാൽ മതി. എന്നുവെച്ചാൽ ഡോക്ടർ പറയുന്ന കറക്റ്റ് ഡോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ദോഷങ്ങളെ പ്രശ്നങ്ങൾ കുറഞ്ഞു വരും. അല്ലെങ്കിൽ ഇതുവരെ ഒരു നല്ലൊരു വൈദ്യനെ കിട്ടിയില്ലായിരുന്നു, ഒരു ഫ്രണ്ടോ അല്ല ആരെങ്കിലും വിളിച്ചു പറഞ്ഞു ഇന്നടുത്ത് നല്ലൊരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഇന്നടുത്ത് നല്ലൊരു വൈദ്യനാണ്, അല്ലെങ്കിൽ ഇന്നടുത്ത് നല്ലൊരു അക്യുപഞ്ചറിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇന്നടുത്ത് നല്ലൊരു നാച്ചുറോപ്പതിസ്റ്റ് ആണ്. അപ്പൊ ആദ്യം പോകുന്നു, ചികിത്സിക്കുന്നു, ഭേദമാവുന്നു അല്ലെ. ഒരാൾ നിമിത്തമാണെങ്കിൽ പോലും എന്താണ് അതിൻ്റെ ഒരു ശമനം ഉണ്ടാവുന്നു അല്ലെ. അതുപോലെ തന്നെ വീട്, വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരെ
നിങ്ങൾക്ക് വാഹനം അങ്ങനെ വാങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ലോണൊക്കെ എടുത്ത് ചിലപ്പോൾ വാങ്ങാൻ പറ്റിയിരിക്കാം. എന്നാലും വാഹനം അത്ര അനുകൂല സമയമല്ല. അപ്പോൾ വാഹനം ഉണ്ട് ഓക്കെ എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ വാഹനത്തിൽ എന്തൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അതിനുള്ള മോഡിഫിക്കേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. വാഹനത്തിന് റിപ്പയർ വർക്കൊക്കെ ഉണ്ട്, അത് പൂർത്തീകരിക്കാനൊക്കെ പറ്റുന്ന സമയമാണ്. ഓക്കെ, അത് വീടിനായാലും വാഹനത്തിനായാലും എന്തെങ്കിലും റിപ്പയറിംഗ് ഒക്കെ ഉണ്ട്, മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ടൈമാണ് കേട്ടോ. പൊതുവെ പറയുകയാണെങ്കിൽ കുംഭരാശിയെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട റിലീഫ്, നിങ്ങൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നൊരു റിലീഫ് നിങ്ങൾക്ക് കിട്ടും. അതാണ് പ്രധാനമായിട്ട് കുംഭരാശിയെ കുറിച്ച് പറയാൻ കേട്ടോ. ഇപ്പൊ നമ്മൾ ഇത്ര രാശിഫലങ്ങളൊക്കെ കേട്ടല്ലേ. അപ്പം രാശിഫലം കേൾക്കുമ്പോൾ ഇനി മുമ്പോട്ട് ഞാൻ എന്തിനു കാണണം? മുമ്പോട്ട് കാണാതെ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ എങ്ങനെയാണ് ഇതെടുക്കുക. നമ്മുടെ ജാതകത്തിൽ തന്നെ വ്യാഴം വക്രത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യും. നമുക്ക് നല്ലൊരു ഗുഡ് എനർജിയിലൊക്കെ പെട്ടെന്ന് എത്തും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ദശ അപകാരമൊക്കെ നടക്കുന്ന വ്യാഴത്തിന്റെ ദശ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ അപകാര കാലങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുക. അപ്പം നമ്മുടെ വ്യക്തിപരമായ ജാതകത്തിൽ എന്തുണ്ടാവും? ഈ ഓരോ ഫലങ്ങൾക്കും വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ. തുടർന്ന് പറഞ്ഞ വീഡിയോ തുറക്കം തൊട്ട് കാണുന്നവർക്ക് അറിയാം. ഓക്കെ, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനം, നമ്മുടെ ബർത്ത് ചാർട്ടാണ് ഏറ്റവും വലിയ പ്രധാനം. ഓക്കെ, നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ജാതകം എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുക. ഫോളോ ചെയ്യുന്ന ആ ജാതകത്തിൽ നമ്മളൊന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ജാതകം വെച്ച് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അതുപോലെ നമ്മുടെ ജാതകത്തില് ലായ നക്ഷത്രത്തെ സൂചിപ്പിക്കുകയും രാശി, അതായത് നമ്മുടെ നക്ഷത്രം ചായ എന്ന എഴുതി ഉണ്ടാവും ചന്ദ്രന്. അപ്പൊ ലായും ചായും ഒരേ ഗ്രഹത്തിലാണെങ്കിൽ നമുക്ക് ഒരേ വീഡിയോ കണ്ടാവും. അതല്ല രണ്ട് രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ രണ്ട് രാശിയുടെ ഫലം എന്ത് ചെയ്യുക, എടുത്തു കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ വ്യക്തിപരമായിട്ട് പറയുമെങ്കിൽ ഒരു നല്ലൊരു കാര്യത്തിലായിട്ട് ഇറങ്ങുന്നത്, പുതിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ജാതകം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ജാതകം ഒന്ന് പരിശോധിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ജാതകത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ ശ്രദ്ധിക്കുകയും, അത് മാത്രമല്ല നമ്മളിപ്പം മാസഫലം കേൾക്കുകയാണെങ്കിൽ പോലും നമ്മുടെ വ്യക്തിപരമായിട്ടൊരു മാസഫലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യം നോക്കിക്കണ്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ പേരും നക്ഷത്രവും താരം ഒന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകളും വഴിപാടുകളും നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ പേരും നക്ഷത്രം താരം കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ.